നമസ്കാരം. ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം. ട്രംപും സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമാണ്. ഇരുവരും ഭയങ്കര കമ്പനിയാണ്. ആ സൗഹൃദത്തിനിടയിൽ ചുളുവിൽ ട്രംപ് മൂപ്പര് ഒരു കാര്യം സാധിച്ചെടുക്കാൻ നോക്കി. തോറ്റു തുന്നം പാടി പണി പാളിപ്പോയി ട്രംപിൻ്റെ. സൗദിയുടെ അനിഷ്ടം ബോധ്യപ്പെട്ടതോടെ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണമെന്ന്, അങ്ങനെയാണോ പറഞ്ഞതെന്നറിയില്ല, ഏകദേശം ആമട്ടിൽ എന്തോ പറഞ്ഞിട്ട് ട്രംപ് തടി കഴിച്ചിലാക്കി എന്നുള്ളതാണ് കഥ. മൂപ്പര് ബാക്കി കാര്യം ഒക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ട്രംപിൻ്റെ ഇമ്മാതിരി 3 കുരുക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഈ സംഭവം. രാജ്യാന്തര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ളതാണ്. അമേരിക്കക്കൊപ്പം മികച്ച സൗഹൃദമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. എല്ലാ കാലത്തും ഉറച്ചു നിൽക്കാറുണ്ട്. ഇസ്രായേലിൻ്റെ ഗാസ അധിനിവേശത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇസ്രായേലും അമേരിക്കയും കാണിച്ചുകൂട്ടിയ കോപ്രായങ്ങളുടെ തുടർച്ചയായി സൗദിക്ക് കാര്യമായ നീരസമുണ്ടായിരുന്നു. തുറന്നെതിർക്കാൻ ഇറാനെ പോലെ രണ്ടും കൽപ്പിച്ച് അമേരിക്കൻ വിരുദ്ധ നിലപാടിലേക്ക് പോകാൻ പക്ഷേ സൗദിക്ക് താല്പര്യമില്ലാത്തതിനാൽ അവർ ആ വഴി സ്വീകരിച്ചില്ല. പലവിധ കച്ചവട സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ, വിനിമയങ്ങൾ ഒക്കെ അമേരിക്കയായിട്ടുണ്ടല്ലോ. എന്തായാലും ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഈ കൂടിക്കാഴ്ച സംഭവിച്ചത്. കൂടിക്കാഴ്ചയിൽ ട്രംപ് മറ്റൊരു കാര്യം സാധിച്ചെടുക്കാൻ ചുളുവിൽ ശ്രമിച്ചതാണ് പ്രശ്നമായത്. അതായത് ഇസ്രായേലിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാത്ത രാജ്യമാണ് സൗദി അറേബ്യ. സൗദിക്ക് മേലുള്ള സ്വാധീനം വെച്ച് പുതിയ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിപ്പിക്കാനുള്ളൊരു സമ്മർദ്ദം ട്രംപും വൈറ്റ് ഹൗസും രൂപപ്പെടുത്തി. മുഹമ്മദ് ബിൻ സൽമാനോട് ഈ ഐഡിയ ഈ സൗഹൃദ അന്തരീക്ഷത്തിനിടയിൽ ട്രംപ് അങ്ങ് പറഞ്ഞുത്രേ. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇസ്രായേലുമായുള്ള എബ്രാം കരാറിൽ ഒപ്പുവെക്കണം എന്നാവശ്യപ്പെട്ടുത്രേ. എന്നാൽ മുഹമ്മദ് ബിൻ സൽമാൻ അതൊന്നും നടക്കൂല എന്ന് തിരിച്ചു പറഞ്ഞ് ട്രംപിൻ്റെ ആവശ്യം നിരാകരിച്ചു. ഇതാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. 1, സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രായേലിനെ അംഗീകരിക്കാനാകില്ല. ആ പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ല. 2, ഇസ്രായേലുമായി ഒരു സാധാരണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് പോലും പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതും അതിൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പലസ്തീൻ അംഗീകരിക്കാതെ ഇസ്രായേലുമായി ഒരു ഇടപാടില്ല. 3, സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള സമയബന്ധിതമായ പദ്ധതി ഇസ്രായേൽ എപ്പോഴാണോ അംഗീകരിക്കുന്നത് അപ്പം മാത്രമേ ഇസ്രായേലുമായി സാധാരണ നിലയിലുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ളതുപോലുള്ളൊരു ബന്ധം സൗദി സ്ഥാപിക്കുകയുള്ളൂ. ഇത്രയും മുഹമ്മദ് ബിൻ സൽമാൻ വിശദമായി ബോധ്യപ്പെടുത്തിയപ്പോൾ തന്നെ ട്രംപിന് കാര്യം മനസ്സിലായി. ട്രംപ് ചിന്തിച്ചിട്ടുണ്ടാവും, ഇനി ആ ഇറാൻ്റെ വലയിലെങ്ങാനും സൗദി വീണോ എന്ന്. അങ്ങനെ വീഴാൻ സാധ്യതയില്ല. ഇറാൻ വേറെ, സൗദി വേറെ എന്നുള്ള അവരുടെ രാഷ്ട്രങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നേറുമ്പോൾ സൗദിക്ക് പിന്നിൽ ഒരു ധൈര്യം നിലവിൽ ഉണ്ട്. കാരണം ഇറാന് നേരെയും അമേരിക്കയും ഇസ്രായേലും കൂടി കാണിച്ചു കൂട്ടിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണല്ലോ. ഒടുവിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരു യോഗം ചേരുകയും ഇറാന് നേരെ ഉണ്ടായതുപോലുള്ള ആക്രമണം ഇനി ഉണ്ടായാൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തതും അതിൻ്റെ ബാക്കിയുള്ള തർക്കങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. എന്തായാലും മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഈ തീരുമാനം അവരുടെ അനിഷ്ടത്തിൻ്റെ കൂടി പ്രകടനമായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം ട്രംപ് ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് ആ കൂടിക്കാഴ്ചക്കിടയിൽ പറഞ്ഞതല്ല. ഈ മുഹമ്മദ് ബിൻ സൽമാൻ്റെ യാത്രയ്ക്ക് മുന്നേ തന്നെ, വൈറ്റ് ഹൗസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ സൽമാനോട് ഇസ്രായേലിനെ അംഗീകരിക്കണം എന്ന് ഒരു ചർച്ച വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. നിലപാട് വ്യക്തമാക്കിയതിന് ശേഷവും സന്ദർശനത്തിനിടെ ട്രംപ് സമ്മർദ്ദം ചെലുത്തി. വൈറ്റ് ഹൗസ് സന്ദർശന വേളയിൽ ഈ സമ്മർദ്ദം സൗദിക്ക് അതൃപ്തി ഉണ്ടാക്കി എന്നതാണ് ഒടുവിലത്തെ റിപ്പോർട്ട്. ഇക്കാര്യം സൗദി ആസ്ഥാനമായ സഊദി ഗസ്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാർത്ത. ഇതേസമയം സൗദിയുടെ അതൃപ്തി ഗൗരവതരമാണ് എന്ന് മനസ്സിലാക്കിയതോടെ മുഹമ്മദ് ബിൻ സൽമാനെ പ്രശംസിച്ചുകൊണ്ട് പ്രശ്നം തണുപ്പിക്കാനും വൈറ്റ് ഹൗസ് ശ്രമിച്ചു. സൗദിയുടെ ഉറച്ച നിലപാട് അംഗീകരിക്കുന്നു എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഗസയിൽ വെടിനിർത്തൽ വന്നതോടെ സൗദി മുൻ നിലപാടിൽ മാറ്റം വരുത്തുമെന്നായിരുന്നു ട്രംപിൻ്റെ പ്രതീക്ഷ. എന്നാൽ അവിടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ട്രംപ് തൽക്കാലം അതിൽ നിന്ന് തടി കൈച്ചലാക്കി എന്ന് അർത്ഥം. ഇതാണ് 1ാമത്തെ കാര്യം. ഇനി 2ാമത്തേത്, ട്രംപിൻ്റെ 2ാമത്തെ അബദ്ധം സ്വന്തം അനുയായിൽ നിന്ന് തന്നെയാണ് സംഭവിച്ചത്. ട്രംപിന് വേണ്ടി വൈറ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് ആഗോളതലത്തിൽ നടത്തപ്പെടുന്ന PR പൊളിഞ്ഞു പാളീസായതാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിൻ്റെ 28 കരാർ ലോകം മുഴുവൻ ചർച്ച ചെയ്യാണല്ലോ. ഒടുവിൽ അത് 19 എത്തിച്ചു. അതിനുശേഷമുള്ള ചർച്ചകൾ നടക്കാൻ പോവുകയാണ് എന്നുള്ള സാഹചര്യമുണ്ട്. ട്രംപിന് വേണ്ടി റഷ്യയിലേക്ക് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ അയച്ചിരിക്കുകയാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം പുടിനുമായി ചർച്ച ചെയ്തുണ്ടാക്കാൻ വേണ്ടി. റഷ്യൻ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി യുഷ്കോവുമായുള്ള വിറ്റ്കോഫിൻ്റെ ഫോൺ സന്ദേശമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ഫോൺ സംഭാഷണത്തിലെ ഭാഗങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ചോർത്തി വലിയ വാർത്തയാക്കിയിരിക്കുകയാണ്. പുടിനോട് ട്രംപിനെ പ്രശംസിച്ച് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന വിചിത്രമായ പോയിന്റുകളാണ് ഈ സംഭാഷണത്തിലുള്ളത്. വൈറ്റ് ഹൗസ് സന്ദർശനത്തിന് മുമ്പ് പുടിൻ ട്രംപുമായി ഫോൺ സംഭാഷണം നടത്തണം. ഗസ കരാറിനെ കുറിച്ച് പരാമർശിച്ച് ഈ സംഭാഷണം ആരംഭിക്കണം. ഗസയിൽ വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയതിന് ട്രംപിനെ അഭിനന്ദിക്കണം, പ്രശംസിക്കണം. ഗസ കരാർ ഗംഭീരാണ് എന്ന് പറയണം.
അതേ മാതൃകയിൽ യുക്രൈൻ പദ്ധതി നടപ്പിലാക്കണം എന്ന് ട്രംപിനോട് ആവശ്യപ്പെടണം. അതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പുടിൻ പറയണം എന്നും വിറ്റ്കോഫ് ഉഷാക്കോവിനോട് ഉപദേശിക്കുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. 28 വ്യവസ്ഥകളോടെ യുക്രൈൻ സമാധാന പദ്ധതിക്ക് തുടക്കമായത് വിറ്റ്കോഫിന്റെ ഈ ഫോൺ സംഭാഷണത്തോടെയാണ് എന്നതാണ് യാദൃച്ഛികമായ ഒരു വസ്തുത. ഈ പദ്ധതി അംഗീകരിക്കാനാണ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതേസമയം ഫോൺ സംഭാഷണം എങ്ങനെ ചോർന്നു എന്നത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ മാധ്യമങ്ങൾ പല നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സംഭാഷണം നടത്തിയതായി സ്ഥിരീകരിച്ചു റഷ്യ. ചോർത്തിയത് പക്ഷെ തങ്ങളല്ല എന്നും അവർ പറഞ്ഞു. വിറ്റ്കോഫിനെ ന്യായീകരിച്ച് ട്രംപും രംഗത്തെത്തി. ഫോൺ സംഭാഷണത്തിൽ അപാകതയില്ല എന്ന് ട്രംപ് പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന് വേണ്ടിയുള്ള ഇമേജ് ബിൽഡപ്പ് PR ആണോ നടക്കുന്നത് എന്നാണ് ട്രംപിന്റെ എതിരാളികൾ ഇപ്പോൾ ചോദിക്കുന്നത്. അവിടെയും സംഗതി ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമൊക്കെ ആണെങ്കിലും ട്രംപിന്റെ PR തന്ത്രമാണ് ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടത്. ഇനി മൂന്നാമത്തേത് ട്രംപിന്റെ ആഭ്യന്തരമായി കിട്ടിയ ഒരു അടിയുടെ തുടർച്ചയാണ്. ന്യൂയോർക്ക് മേയറായി മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ട്രംപിന് തന്നെ മനസ്സിലായി. ആ കാര്യം നമുക്ക് മനസ്സിലായിരുന്നല്ലോ. ഒടുക്കം മംദാനിയുമായുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായി പൂർത്തിയാക്കി ട്രംപ്. അതുവരെ ഉയർത്തിയ വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ ആവിയായിപ്പോയി. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ, ഇസ്ലാമിസ്റ്റ് എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ അവഹേളിക്കാൻ നടത്തിയ ശ്രമമെല്ലാം വൃഥാവിലായി. എന്നാൽ മംദാനിയുമായി സൗഹാർദ്ദത്തിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് മറ്റു പല കുഴപ്പങ്ങൾക്കും കാരണമായിരിക്കുകയാണ്. മംദാനിയെ ട്രംപ് തുരത്തും എന്ന് വിചാരിച്ച് ട്രംപിനൊപ്പം അണിനിരന്ന പലരും ഇപ്പോൾ ലഭ്യരായിരിക്കുകയാണ്. അവരൊക്കെ ട്രംപിന്റെ പിന്നിൽ അണിനിരുന്നതിന്റെ തുടർച്ചയായി ട്രംപ് മംദാനിയുമായി കമ്പനി ആയപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ്. അതിലൊരാൾ വീണ്ടും പൊതുവായി പ്രതികരണവുമായി രംഗത്ത് വന്നതോടെ ട്രംപിന് തലവേദന ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. മംദാനിയെ ട്രംപ് തുരത്തുമെന്ന് പ്രതീക്ഷിച്ച് ന്യൂയോർക്ക് ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കാത്തിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി എലി സ്റ്റെഫാനിക് ഒടുവിൽ പരസ്യമായി വന്ന് നിരാശ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഗവർണർ സ്ഥാനത്തേക്ക് താൻ തെരഞ്ഞെടുക്കപ്പെടും എന്നും അങ്ങനെ ട്രംപിന് വേണ്ടി മംദാനിയെ തുരത്താൻ തനിക്ക് വലിയ ത്യാഗപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയും എന്നാണത്രേ സ്റ്റെഫാനിക് പ്രതീക്ഷിച്ചത്. മംദാനിക്ക് കീഴിൽ ന്യൂയോർക്കിൽ ഒരാശങ്കയും ഇല്ല എന്നും തങ്ങൾക്ക് ഇരുവർക്കും പൊതുവായ വോട്ടർമാരുണ്ടെന്നും ഗംഭീര ഭാവിയാണ് എന്നും ഒക്കെ പറഞ്ഞ് ട്രംപ് പഴയ ചീത്തവിളികളൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോയതാണ് നമ്മൾ കണ്ടത്. പഴയ ചീത്തവിളി പിൻവലിച്ച അവസ്ഥയാണ്. എന്നാൽ ട്രംപ് ഫാസിസ്റ്റാണ് എന്ന നിലപാടിൽ മംദാനി ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഉറച്ചു നിൽക്കുകയും ചെയ്തു. മാത്രമല്ല, മംദാനി ജിഹാദിസ്റ്റാണ് എന്ന സ്റ്റെഫാനിക്കിന്റെ പ്രചരണം ട്രംപ് ഏറ്റെടുത്തില്ല. പക്ഷെ ഇപ്പോൾ സ്റ്റെഫാനിക്ക് മംദാനി ജിഹാദിസ്റ്റാണ് എന്ന നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രംപ് എന്ത് പറഞ്ഞു എന്നൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, മംദാനി ജിഹാദിസ്റ്റാണ് എന്നാണ് അവർ പറയുന്നത്. ഈ വിഷയത്തിൽ ട്രംപുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രംപ് ഒറ്റയടിക്ക് കാലുമാറിയതിലുള്ള രോഷം സ്റ്റെഫാനിക്കിനി എങ്ങനെയാകും പ്രകടിപ്പിക്കുക എന്നാണ് ട്രംപിസ്റ്റുകൾ ഉറ്റുനോക്കുന്നത്. ഇനിയും അമേരിക്കയിൽ ട്രംപിൻ്റെ കുറുക്കുവഴികളും കച്ചവട താല്പര്യങ്ങളും ലോകത്തിന് മുന്നിൽ ആളാകാനുള്ള നീക്കങ്ങളും ഒക്കെ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് സംഭാവന ചെയ്യുക എന്നുള്ളത് കാത്തിരുന്നാൽ കാണാം. ട്രംപിൻ്റെ കഥകൾ അതുകൊണ്ട് ഇതുകൂടെ അവസാനിക്കുകയേ ഇല്ല. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.